ഹലോ, രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റു. പിന്നെ ഇന്നലെ രാത്രി നന്നായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉറക്കമൊന്നും ശരിയല്ല, നല്ല കാറ്റ് വീശിയായിരുന്നു ഇവിടെ. ഇന്ന് അമ്പാലയൊക്കെ രാത്രി നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് എഴുന്നേറ്റ് പുറത്തൊക്കെ നല്ല മഴ പെയ്ത വൃത്തികേടും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്കിനി വൃത്തിയാക്കണം. നമുക്കിനി ഒന്ന് ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പണികളിലേക്ക് നോക്കാം. ഞാൻ തൊട്ട് എഴുന്നേറ്റ് മൊബൈൽ നോക്കുന്നുണ്ട്. അതിനൊട്ടി ഉറക്കാന്ന്. നമുക്കൊന്ന് ബാക്ക് ഭാഗത്തൊന്ന് പോയിട്ട് ബാക്ക് ഭാഗം. അപ്പോൾ ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇന്നലെ നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ള നല്ല ഒന്ന് വൃത്തിയാക്കണം. നമുക്ക് ബ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോസിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത്യാവശ്യം പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി. നമുക്ക് ക്വാർട്ടേഴ്സിലൊക്കെ നിൽക്കുന്നത് നമുക്ക് അത്യാവശ്യം പച്ചപ്പില്ല ഇത്രയേ കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മരങ്ങൾ ഇത് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ നമുക്ക് നാട്ടിലെ പോലെ വലിയ സ്ഥലങ്ങളിലൊന്നും അത്യാവശ്യം പോകാനുള്ള സിറ്റുവേഷനൊന്നും നമുക്കിവിടെ ഇല്ല. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ നമ്മുടെ സൈഡിലുള്ളത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പച്ചപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു വീഡിയോസിന്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്തു. പിന്നെ ഇനി നമ്മൾ അകത്ത് അടുക്കളയിലേക്ക് പോകാം. നമുക്ക് ചായൻ്റെ പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ഇതൊക്കെ അകമൊക്കെ അടിച്ച് വരാം. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ കുറച്ച് നമുക്ക് പാത്രങ്ങളൊക്കെ ഉണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അപ്പോൾ രാവിലെ തന്നെ നമ്മളിതാ കിച്ചണിൽ കയറി നമ്മൾ അകമൊക്കെ അടിച്ചു വാരി കേട്ടോ. അടിച്ചു വാരി എന്ന് വെച്ചാൽ തൂത്തുവാരിയല്ല, അകമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു. പിന്നെ നമ്മളിതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ചായ ആകുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ദോശയാണ് ആക്കേണ്ടത്. ദോശക്കുള്ളത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ നമുക്കാക്കണം. പിന്നെ അതിനിടയിൽ നമ്മളിതാ ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട്. കറി വെക്കണം. അപ്പോൾ രാവിലെ നമ്മൾ നോർത്ത് ഇന്ത്യയിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ രാവിലെ നമ്മൾ പണികളൊക്കെ പെട്ടെന്നാക്കി നമ്മൾ ഫ്രീ ആകാൻ വേണ്ടി നോക്കും. പിന്നെ കിച്ചണും അത്യാവശ്യം ചൂട് നല്ലോണം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂട് വരാൻ തുടങ്ങും. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുക്കിങ്ങൊക്കെ. അപ്പോൾ നമുക്കിനി കുറച്ചായിട്ട് നമുക്കിത് നോക്കാം പണി. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളിയും പച്ചമുളകും കൂടി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ നമ്മൾ ചായ ഏകദേശിട്ടുണ്ട്. പിന്നെ ചോറ് നമ്മൾ അരി ഏകദേശിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് ശരിയാക്കാം. കറിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കർ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. പിന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ചോറ് ഏകദേശം വേവാൻ തുടങ്ങി. കുറച്ച് തുറന്ന് നോക്കാം. പിന്നെ അരിഞ്ഞിട്ട് വെച്ച് നമ്മൾ ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മളെ വീഡിയോ കണ്ടിട്ട്. അതായത് ഉരുളക്കിഴങ്ങ് നമുക്ക് മസ്റ്റ് ടൈം വേണം. എന്ത് പച്ചക്കറി നമ്മൾ കണ്ടില്ലേ നമുക്ക് ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് കാണണം. ഇങ്ങനെ ചിന്തിക്കുന്നവരാരും കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങാന്ന് കറി ദോശയാക്കണം. ചോറ് സൈഡിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പുറത്തുള്ള പണികൾ, അതായത് അലക്കുക. പിന്നെ മക്കൾ രണ്ടാളും എഴുന്നേറ്റില്ല. അവർ എഴുന്നേറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. സ്കൂളിപ്പോൾ ലീവാണല്ലോ. സ്കൂൾ ഇവർക്ക് തുറക്കാൻ കുറച്ചുകൂടി 2 ആഴ്ച സമയമുണ്ട്. അപ്പോൾ അത്ര വരെ ഇവർ എൻജോയ് ചെയ്തിട്ട് നിൽക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ കൃത്യം 6 മണിക്ക് ഇവർ റെഡിയായിട്ട് സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവരെ വെറുതെ വിട്ട് നമുക്ക് നോക്കാം. നമുക്ക് കറി ഒന്ന് ഉണ്ടാക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. ഏകദേശം ഇതിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കും. കടുക് ഒന്ന് പൊട്ടുന്ന സമയം നമുക്ക് ഈ അരിഞ്ഞിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനോ ഇനിയിപ്പം കഴിക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും പച്ചക്കറി നമ്മുടെ നാട്ടിലുള്ളതായിട്ടൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് വലിയ ടേസ്റ്റുള്ളതായിട്ടൊന്നും പച്ചക്കറി നമുക്ക് വെച്ചാൽ ഇഷ്ടാവില്ല. എന്നാലും നമ്മൾ നല്ല രീതിയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കും, വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയൊക്കെ അതിലേക്ക് നമ്മൾ കവർ പൊട്ടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത് നമ്മൾ. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാല. നമുക്കിതിൽ കുറച്ച് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് വാടുന്നത് നമുക്കിത് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം നമുക്കിതിനെ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന മുളക് പൊടി ഉണ്ട്. അത് നമുക്ക് കവറിൽ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് അഴിച്ചിട്ട് കുപ്പിയിലേക്ക് ഇടാം. നമുക്ക് മുളക് പൊടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് മില്ലിൽ നിന്ന് നന്നായിട്ട് പൊടിച്ച് നല്ല മുളക് വാങ്ങിച്ച് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ പോയി പൊടിച്ച് കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റാക്കി തരും കേട്ടോ. അച്ഛനൊക്കെ വീട്ടിൽ നിന്നായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് തരുമ്പോൾ അയ്യോ ഇപ്പോൾ വീട് നല്ല പൊട്ടിയാണ് കണ്ടിട്ട് മൊത്തം പാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മുളക് പൊടി പൂരം ഉണ്ടായിട്ടല്ലേ. നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് കെട്ടിയിട്ട് സ്റ്റോർ ചെയ്തു. എന്നുവെച്ചാൽ നമുക്ക് ഇന്നും ആവശ്യമുള്ളതാണല്ലോ. നമുക്കിത് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിന് അത്യാവശ്യമായിട്ട് ചേർക്കാൻ വേണ്ടി ലൈറ്റ് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം. നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അര കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കിച്ച് നമുക്കിതിൽ നിന്ന് 2 വിസിലാകുന്നത് നമുക്കിത് കുറച്ച് ഹൈ ഫ്ലെയിം കൊടുക്കും. ഇത് 2 വിസിലാകുന്നത് വരെ നമുക്കിതൊന്ന് കാത്തിക്കാം. പിന്നെ നമ്മൾ ദോശയ്ക്ക് ഇന്നലെ നമ്മൾ കുറച്ച് ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കടലേണ്ടത്. അത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ഉണ്ട് കേട്ടോ. ഒന്നും ആയിപ്പോക്കൊന്നുമില്ലേ. ചട്നിയൊക്കെ ആക്കി നമ്മളിങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിന് ദോശക്ക് കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വിസിൽ വന്നു. നമുക്കിനി ഒരു വിസിലും കൂടി അടിക്കുന്നവരെ കാത്തിക്കാം. അപ്പോൾ അടുത്ത വിസിലും കൂടി വരുന്നുണ്ട്. നമുക്കിതും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം 2 വിസിലിൽ തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി പിന്നെ നമ്മളിത് അടപ്പ് കഴിക്കേണ്ട, അങ്ങനത്തെ അങ്ങ് വെക്കാം. അപ്പോൾ നമുക്കിതാകുമ്പോൾ ദോശേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും മസാലക്കറിയാവും. ഇനി പിന്നെ നമ്മൾ വേറെ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത്. പിന്നെ ഇനി കീര, സാലഡ് നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേറെ എന്ത് കറിയാവും? ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഫിഷ് നോ ഐഡിയ. പിന്നെ അടുത്ത പച്ചക്കറി ഇനി മിക്സഡ് വെജിറ്റബിൾ സബ്ജി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതൊന്നും ഇന്ന് നോക്കില്ല. ഇത് കുറച്ച് തൈരുണ്ട്. നമുക്ക് അതൊന്ന് തൈര് നമുക്ക് മോര് കറി പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ തൈര് അങ്ങനെ എന്തോ ആക്കിയിട്ട് നമുക്ക് ഉച്ചക്കേക്ക് വേറൊരു കറിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു ചായ കുടിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പിൽ നമുക്ക് ചായ കുടിക്കണം. രാവിലെ തന്നെ ഞാൻ എങ്ങനെയും വെറും ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചായ എടുക്കാം. അപ്പോൾ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ.
രാവിലെ തന്നെ ഇത് ചായയും വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് പുറത്തൊക്കെ, അതായത് നമ്മൾ അത്യാവശ്യം റൂം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ചായയും കുടിച്ച് നല്ല വെയിൽ വന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം വെയിൽ വന്നെന്ന് പറയാം, ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആയി. നന്നായിട്ട് വെയിൽ വന്ന് എല്ലായിടത്തും കൂളറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മൾ ഈ സമയമാണ് ചായ വെച്ചിട്ടിരിക്കുന്നത്. ലേറ്റായി കേട്ടോ, ഇന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ലേറ്റായി. പിന്നെ നമ്മൾ നൈനൂട്ടി എഴുന്നേറ്റില്ല, നൈനൂട്ടി ഉറക്കാന്ന്. നമുക്കിനിയിപ്പോൾ ചായ കുടിച്ച് എല്ലാവരുടെ ദിവസങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ചായ കുടിച്ച് ഇനി കുറച്ച് സമയം നമ്മൾ ഫോണിൽ അമ്മയോ ആരെയും കൊണ്ട് സംസാരിച്ച്. ഓക്കെ അപ്പോഴേക്കും ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഇതാക്കണം. നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മസാലക്കറി നമുക്കിവിടെ അടിച്ച് വെക്കാം. ചോറ് വെന്തിനില്ല, നമുക്കിനി ദോശയാക്കാം. നമുക്കിത് ദോശ വെള്ളത്തിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് നമുക്ക് വലിയ വട്ടാക്കണ്ട, അറ്റ്ലീസ്റ്റ് ഇത്ര നമുക്കിതൊന്ന് ആയി കൊടുക്കാം. ചെറുതിരിയായിപ്പോയി. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതായിട്ട് നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് വന്നിട്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇതാക്കും. പിന്നെ അപ്പോൾ ഇത് നമ്മുടെ ദോശ ഏകദേശം നമ്മൾ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തീയൊന്ന് കുറച്ച് വെച്ചായിരുന്നു, അതുകൊണ്ട് ഇതിനൊരു ചെറിയൊരു പിടുത്തം. അങ്ങനെ കുഴപ്പമില്ല, മറിച്ചിട്ട് കൊടുക്കാം. നല്ല പ്ലെയിൻ ദോശ, നല്ല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ പ്ലേറ്റിലിട്ട് കൊടുക്കുമെന്ന്. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് കറി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടനൊന്നും രാവിലെ പോയിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നന്ദൂട്ടിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാ നന്ദൂട്ടിനിതാ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ലാപ്ടോപ്പ് നോക്കിയിരിക്കണം. അങ്ങനെ ചോറും കറിയൊക്കെ ആയി, കുളിച്ച് റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഡേ ആൻഡ് മൈ ലൈഫിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ അടിച്ചു വരുന്ന വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡേ ആൻഡ് മൈ ലൈഫിൽ എടുക്കാൻ പറ്റിയ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ടൈം 12:10 ആയി. ഇനി പാല് വരും, പാല് വാങ്ങണം പുറത്തുനിന്ന്. അത് വാങ്ങിച്ചിട്ട് നമ്മുടെ ഡേ ആൻഡ് മൈ ലൈഫിൽ നിന്ന് നിർത്തുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.